എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണം സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഇഞ്ചിക്കറി വെക്കുന്നതിനുള്ള പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നേർത്ത കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി നമുക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ഇഞ്ചി ഒരുപാട് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇടയ്ക്ക് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇഞ്ചി നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് വറുത്ത ഇഞ്ചി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം ഇഞ്ചി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ ഇഞ്ചി വറുത്തെടുത്തതിന് ശേഷം എണ്ണ മിച്ചമുണ്ടെങ്കിൽ അതിൽ തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാം. അതിനുശേഷം ഇതിലേക്ക് 10 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. വെളുത്തുള്ളി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന വറുത്ത ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇഞ്ചി നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഈ ചേരുവകളെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചാൽ മതിയാവും. വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള വാളൻപുളിയുടെ വെള്ളം 250 മില്ലി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ശർക്കര ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് കറിവേപ്പില കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വാളൻപുളിയുടെ വെള്ളം ഒന്ന് തിളച്ച് വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ 150 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഇഞ്ചിക്കറി അടുപ്പത്ത് നിന്നിറക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി തയ്യാറായിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിക്കറി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിൽ മാത്രമേ ഇലയിൽ വിളമ്പുമ്പോൾ ഒലിച്ചു പോകാതെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. അപ്പോൾ സദ്യയ്ക്ക് എല്ലാവരും ഈ സ്വാദിഷ്ടമായിട്ടുള്ള ഇഞ്ചിക്കറി തയ്യാറാക്കി നോക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.